വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ ഗൈസ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ്. കഴിഞ്ഞ ബോട്ടണി വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഫിസിക്സിൻ്റെയും റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യുമെന്ന്. അങ്ങനെ ഫിസിക്സ് എക്സാം കഴിഞ്ഞ് അപ്പോൾ നമുക്കില്ല ഈ 5 ലാബിൽ കുറച്ചും കൂടെ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നത് ഫിസിക്സിലാണ്. കാരണം ഒരുപാട് റീഡിങ്ങും ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതിൽ ഫിസിക്സ് ആയിരുന്നു. എനിവേ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എനിക്ക് ഉണ്ടായിരുന്ന 2 എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത് ചെയ്യാനുണ്ടായിരുന്ന 2 എക്സ്പെരിമെൻറ്റ്സ് കോൺകേവ് ലെൻസും റെസണൻസ് കോളവും ആണ്. അപ്പോൾ ഇത് രണ്ടാണ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഫസ്റ്റ്ലി പോയിട്ട് നമ്മളോട് പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതാൻ. അത് എഴുതിയതിനു ശേഷം ഇൻവിജിലേറ്റർ വന്നിട്ട് അത് മൊത്തം നമ്മൾ എഴുതിയത് മൊത്തം നോക്കി അത് ശരിയാണോ ഇതാണോ എന്നൊക്കെ നോക്കി പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളോട് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തു. അതൊക്കെ നല്ല അടിപൊളിയായി ചെയ്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയായിരുന്നു. അതിന് ശേഷം നമ്മളോട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് തന്നെ കോമ്പിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ലേ ചെയ്യേണ്ടത്. ഞാൻ നല്ല ടൈം എടുത്താണ് ചെയ്തത്. കാരണം നമുക്ക് 3 hours ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര വെപ്രാളപ്പെട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നല്ല സമാധാനത്തിലാണ് ചെയ്തത്. സ്കൂളിൽ നിന്ന് ലാബ് ചെയ്യുന്ന സമയത്ത് ഞാൻ പൊതുവേ വെപ്രാളപ്പെട്ട് ചടപടയെന്ന് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റിക്കലുണ്ട്. പ്രാക്ടിക്കൽ എക്സാം മാത്രമല്ല പൊതുവേ എല്ലാ എക്സാമിനും എനിക്ക് ആ ഒരു സ്വഭാവം ഉണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തെറ്റിക്കും. സോ ഇപ്രാവശ്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു വല്ല സമാധാനത്തിൽ ചെയ്യുള്ളൂ എന്ന്. സോ ഞാൻ പോയി കോൺകേവ് ലെൻസാണ് ചെയ്യാനുണ്ടായിരുന്നത്. എനിക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് റീഡിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെൻത്ത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് കോമ്പിനേഷൻ്റെ കണ്ടുപിടിക്കുന്നത്. സോ അത് ഞാൻ ചെയ്ത് പകുതിക്ക് എത്തുന്ന സമയത്ത് സാറ് വന്നിട്ട് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ചെയ്തു. അത്യാവശ്യം നല്ല അതേ വാല്യൂന് എനിക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് സാറ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തത് റെസണൻസ്. ഞാൻ പൊതുവെ റെസണൻസ് എനിക്ക് കിട്ടണ്ടെന്ന് ഉദ്ദേശിച്ചിട്ട് പോയതാണ്. എനിക്ക് വല്ല ഓംസ്ലോ പ്രിസോ ഒക്കെ മതി എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഗൈസ് റെസണൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്ത് വേണ്ടാന്ന് വിചാരിച്ചോ അത് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അങ്ങനെ ചെയ്തു ഗൈസ്. അത് കോൺകേവ് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റി. അതേപോലെ തന്നെ റെസണൻസിൻ്റെയും നല്ല അടിപൊളിയിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. റെസണൻസും പ്രിസും എല്ലാം ഏകദേശം അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കെന്തോ പ്രിസവും മോംസിലും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ അത് കിട്ടിയാൽ മതി. പക്ഷെ എനിക്ക് റെസണൻസാണ് കിട്ടിയത്. പക്ഷെ നല്ല അടിപൊളിയായി ചെയ്യാൻ വേണ്ടി പറ്റി. ഏകദേശം ആ ഒരു കിട്ടേണ്ട വാല്യൂവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ചെയ്തിരുന്നു. നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തത് 2 o'clock 1 o'clock സ്റ്റാർട്ട് ചെയ്യേണ്ട എക്സാം ആയിരുന്നു. ഇന്നും ലേറ്റ് ആയിരുന്നു. 1 hour ലേറ്റായി. 2 o'clock നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 4 o'clock ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ റിസൾട്ടും കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ സാർ പറഞ്ഞു എന്നാൽ എഴുതിയാൽ തന്നിട്ട് പോയിക്കോന്ന് പറഞ്ഞു. 2 hour മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഞാൻ മെല്ലെ സമാധാനത്തിൽ മാക്സിമം എല്ലാം നോക്കി ചെയ്തതാണ്. ശരിയാവണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ട്. പിന്നെ വൈവ ക്വസ്റ്റ്യൻസ് സാർ ചെയ്യുന്നതിന് ഇടയ്ക്ക് വന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോൺകേവ് ലെൻസ് അതിൻ്റെ ഫോക്കൽ ലെൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നത്, അത് ഒറ്റയ്ക്ക് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ എക്സാം എഴുതുന്നവരോട് പറയാനുള്ളത് ടെൻഷൻ അടിച്ച് പോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നല്ല സമാധാനത്തിൽ റിലാക്സ് ചെയ്ത് പോസിറ്റീവോട് ചിന്തിച്ചിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ആകെ ടെൻഷൻ അടിച്ച് ഫുൾ കൊളാവും. അതുകൊണ്ട് നല്ല സമാധാനത്തിൽ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. നമുക്ക് 3 മണിക്കൂറുണ്ട്. അതുകൊണ്ട് ആ ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ നമ്മളെ കാര്യം നോക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എക്സാം ഹാളിന് ഞാൻ ഒരു ബഗഡ് കളിച്ചിട്ടുണ്ട് ഗൈസ്. എക്സാമിൻ്റെ അടുത്ത് ഞാൻ കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ വേണ്ടി മറന്നുപോയി. ഞാൻ കോൺകേവ് ലെൻസിൻ്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാൽക്കുലേറ്റർ വെക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ല. സംഭവം ഞാൻ മറന്നതാണ്, എടുക്കാൻ വേണ്ടി മറന്നതാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ ചോദിച്ചിട്ട് ജസ്റ്റ് അവരെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ചെയ്തു. എനിക്ക് എന്തോ കണ്ടക ശരിയാണ് ഉണ്ടായത്. ഞാൻ വേണ്ടാന്ന് വിചാരിച്ച എക്സ്പെരിമെൻറ്റ് എനിക്ക് കിട്ടുകയും ചെയ്ത്. കാൽക്കുലേറ്റർ എടുക്കാൻ വേണ്ടി മറന്നു. അതേപോലെ തന്നെ റെക്കോർഡിൽ ഞാൻ രജിസ്റ്റർ നമ്പർ എഴുതാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ സാറ് ചോദിച്ച് എഴുതി കൊടുത്തു. ഇങ്ങനെയൊക്കെയായിരുന്നു ഗൈസ് ഉണ്ടായിരുന്നത്. വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ എക്സാം എഴുതിക്കഴിഞ്ഞതിന് ശേഷം റെക്കോർഡ് വാങ്ങാണ്ടാണ് വീട്ടിലേക്ക് വന്നത് ഗൈസ്. 4 o'clock എക്സാം കഴിഞ്ഞു. അതുകൊണ്ട് അപ്പോൾ തന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ചൂടോടെ തന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അതാണ് യൂണിഫോം ഒന്നും മാറ്റാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. പിന്നെ വൈബൊന്നും ഭയങ്കരമായിട്ട് ചോദിച്ച് ഇതാക്കുന്നൊന്നുമില്ല. അപ്പോൾ അതൊന്നും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം
ആ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എക്സാം മറ്റന്നാണ് ഗൈസ്. മറ്റന്നാ മീൻസ് ഇന്ന് 29th അടുത്ത എക്സാം. സുവോളജിയാണ്, ബോട്ടണി അല്ല, ബോട്ടണി കഴിഞ്ഞ് സുവോളജി എക്സാം ആണ് ഗൈസ്. അപ്പോൾ അതിന് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അത്രയൊക്കെ തന്നെ ഗൈസ്. പിന്നെ എനിക്ക് ഫിസിക്സ് മോഡൽ എക്സാമിന് കിട്ടിയ എക്സ്പെരിമെൻറ്റ് വെർനിയർ കാലിബറും ഓംസിലുമാണ്. അത് നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വെർനിയറും സ്ക്രൂ ഗേജൊക്കെ ഭയങ്കര ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോഡലിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത് ഭയങ്കര ഇതൊന്നും ഉണ്ടായിരുന്നില്ല, റിസ്ക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് പബ്ലിക്കിന് എനിക്ക് റെസലൻസ് ഇതും കിട്ടിയോണ്ട് കുഴപ്പമില്ല. ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. ഇത് റിസൾട്ട് വരുമ്പോൾ അറിയാം ശരിയാണോ തെറ്റാണോ, മാർക്ക് കുറഞ്ഞോ ഇല്ലയോ എന്നെല്ലാം. എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ട്, വാല്യൂം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് സുവോളജിൻ്റെ റിവ്യൂ എക്സാം വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.